ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോം ഫ്ലവറും പേളും വെച്ചിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോയാണ്. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ഭംഗി നമ്മളിപ്പോൾ കാണുന്നത് പോലെയാണ്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അത്രത്തോളം ക്ലാരിറ്റി ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ആ ക്ലാരിറ്റി കിട്ടാത്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോയുടെ ഫ്രെയിം എടുത്തതിന് ശേഷം നന്നായിട്ട് ആ ഒയർ, ഞാനിപ്പോൾ 0.3യുടെയാണ് എടുത്തിരിക്കുന്നത്, ആ 0.3യുടെ ഒയർ നന്നായിട്ട് ഒന്ന് ടൈ ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. എപ്പോഴും ബീഡ്സ് കംപ്ലീറ്റ് ഞാൻ കോർത്തിട്ടാണ് ചെയ്യാറ്. നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും എളുപ്പം, കാരണം നമ്മൾ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും കോർത്ത് ചെയ്യുമ്പോൾ അത് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് അത്രയും കോർക്കുക. അപ്പോൾ ഈ ബീഡ്സ് പുറത്ത് പോകാതിരിക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് കോർത്തതിന് ശേഷം എഡ്ജിലേക്ക് നമ്മളൊരു ബീഡ് ഇട്ട് ടൈ ചെയ്താൽ മതി. അപ്പോഴത് ഇളകി പോകത്തില്ല. അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എല്ലാം പുറത്തേക്ക് വീഴും. അപ്പോൾ ഞാൻ 2 ബീഡ്സ് വെച്ചിട്ടാണ് ഓരോ ലെയറും ഓരോ പ്രാവശ്യവും അതിനെ കോർത്തെടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം കോർക്കുമ്പോൾ 2 ബീഡ്സ്. ഇനി വലിയ ബീഡ്സ് ആണെങ്കിൽ നമുക്ക് 1 ആവശ്യമുള്ളൂ. എൻ്റെ മീഡിയം ടൈപ്പിലുള്ള ബീഡ്സാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ കളറ് മാറ്റാം, അങ്ങനെ മാറ്റി ചെയ്യാം. അപ്പം 3 വരിയായിട്ട് ഞാൻ ബീഡ്സ് വെച്ചിട്ട് ഒരു ഫോം ഫ്ലവർ കൊടുത്തു. നിങ്ങൾക്കത് 4 വരിയോ അതോ 2 വരിയോ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി ഒരു വലിയ ബീഡ് കൊടുത്തിട്ടാണ് നിങ്ങൾക്കൊരു ഫോം ഫ്ലവർ വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഓരോ ലെയറും ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ലെയറും ഞാൻ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി നന്നായി ടൈറ്റ് ചെയ്ത് തന്നെ ചെയ്യണം, കാരണം വയറാണ്, അല്ലെങ്കിൽ ഇത് ഇളകിപ്പോകും. അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഏകദേശം ഫിനിഷ് ചെയ്ത്, അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം ഫിനിഷ് ചെയ്യുമ്പോൾ അത് ഒന്ന് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ആ ടൈറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ആ ബീഡ്സിൽ കൂടെ കവർ ചെയ്തൊന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ആ എഡ്ജ് മേളിലോട്ട് വെച്ച് ആ ബീഡ്സിനകത്തേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ്. ആ ബട്ടർഫ്ലൈ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ സെൻറ്ററിലേക്ക് സ്റ്റോൺ ചെയിൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തു. ഞാൻ 4 എടുത്തിട്ടുള്ളൂ. അത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വെച്ചത്. നിങ്ങൾക്ക് അടുക്കി വയ്ക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അല്ലാതെ തന്നെ അത് ശരിക്കും പറഞ്ഞ് നല്ല ഭംഗിയായിരുന്നു. അത് ശരിക്കും ആ പേളൂടെ കൊടുത്ത് ചെയ്തപ്പോൾ ശരിക്കും മനോഹരമായിട്ട് വന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കും ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി അതിൽ എക്സ്ട്രാ ചെയ്തു. ഈ നമ്മുടെ ഫോം ഫ്ലവർ അതിൽ ഞാൻ ടൈ ചെയ്ത് വെച്ചതിന് ശേഷം അവസാനം ഗ്ലൂ ഗൺ വെച്ച് അതിനൊന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയി. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അത് ഇളകി പോകത്തില്ല, എന്നാലും ഞാനൊരു ധൈര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ആണുള്ളെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ചെയ്താലും മതി, അതും നന്നായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കും. അവസാനം ഞാൻ അതിൻ്റെ എൻഡ് ടാപ്പ് കൊണ്ട് ഞാൻ അവസാനം 2 എഡ്ജ് നന്നായിട്ട് കവർ ചെയ്തു. കാരണം ഇത് കുറച്ച് നല്ല ഷാർപ്പായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ ഹെയർ ബാൻഡിൻ്റെ എഡ്ജ് നല്ല ഷാർപ്പാണ്. അപ്പോൾ ആ ഷാർപ്പ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ എൻഡ് ടേപ്പ് ചുറ്റി നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. ആ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റാത്തത്. ഭംഗി ശരിക്കും അത് നല്ല ഭംഗിയാണ്. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.